ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് മസാലകളൊക്കെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ അരമണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 വലിയ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും വേണം, മുളകിന്റെ പൊടിയും വേണം. അത് രണ്ടും കുറേശ്ശെ ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും വേണം. ഗരം മസാലയും ഞാൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതിന്റെ അളവ് പറയാം. കഴിഞ്ഞിട്ട് നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചിക്കൻ വറുത്തെടുക്കും. ചിക്കൻ വറുത്തെടുക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് മൊരിച്ചെടുക്കരുത്. ചിക്കൻ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ ഭയങ്കര ഹാർഡാവും. അപ്പോൾ ചിക്കൻ ഒരു 3/4 ഭാഗം മാത്രം മൊരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ ചിക്കനിലേക്ക് മസാല ഉണ്ടാക്കുന്നത്. ചിക്കനിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മീഡിയം സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. മുളകിന്റെ പൊടി കൂടുതൽ ചേർത്തിട്ട് പച്ചമുളക് കുറച്ച് ചേർക്കാം. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, പിന്നെ മുളകിന്റെ പൊടിയും വേണം. ഇതിലേക്ക് ചേർക്കണ എല്ലാ മസാലപ്പൊടികളുടെ അളവുകളും ഞാനത് കറിയിലേക്ക് ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ ഓരോന്നിന്റെ അളവ് പറയാം. പിന്നെ തക്കാളി വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വലിയ തക്കാളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി മതിയാവും. പിന്നെ മല്ലിയില വേണം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1.5 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 2 തക്കോലം എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു 20 ഏലക്കായ എടുത്തിട്ടുണ്ട്, 20 കരിയാമ്പൂ എടുത്തിട്ടുണ്ട്, പിന്നെ ജാതിപത്രി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ജാതിപത്രിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ചൂടായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഗരം മസാല മുഴുവനും നമുക്ക് കറിക്ക് ആവശ്യം വരില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ റോസ്റ്റ് ആക്കാന്ന്. ഈ ഗരം മസാല നന്നായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു കറുകപ്പട്ടയാണ് എടുത്തേക്കുന്നത്. അത് കറുകപ്പട്ട എടുക്കുമ്പോൾ നിങ്ങൾ അത് കടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കണം. ചില കറുകപ്പട്ടയ്ക്ക് ടേസ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ നല്ല കറുകപ്പട്ട നോക്കിയിട്ട് എടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഈ ഗരം മസാലകൾ ഇതേപോലെ നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടീസ്പൂൺ പെരിഞ്ജീരകവും, ഒരു 20 ഏലക്കായയും, 20 കരിയാമ്പും, 2 തക്കോലവും, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും, പിന്നെ ഒരു ജാതിപത്രിയും ചേർത്തിട്ടുണ്ട്. ഒരു ജാതിക്കുരുവിൻ്റെ ഒരു പത്രിയുടെ പകുതിയാണ് ചേർത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെടുത്ത് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് മസാലകൾ മിക്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഗരം മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. ഈ ഗരം മസാല നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഗരം മസാല ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് അതിന്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൊരിച്ചെടുക്കുക. നന്നായിട്ട് മൊരിക്കരുത്. ഇപ്പോൾ ചിക്കൻ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇപ്പോൾ ചിക്കൻ വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വറുത്തെടുത്ത ഓയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. ഇതിന് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഓയിൽ മാറ്റിയെടുക്കുക. ഈ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചൂടായ ഓയിലിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കണ സവോളയും ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചേർക്കുക. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഈ സവോള നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല. സവോള വഴറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നന്നായിട്ട് ചൂടായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്തോടെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടിക്ക് നിങ്ങൾ ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ചിട്ട് കറിയിൽ ചേർക്കുക. ഫ്രഷായിട്ടൊക്കെ മല്ലിപ്പൊടി കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല മല്ലിയുടെ സ്മെല്ലുണ്ടാവും. ഈ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. അപ്പോൾ മല്ലിപ്പൊടിയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഞാൻ അതിലേക്ക് 3 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഈ മുളകിൻ്റെ പൊടിയും ഞാനിവിടെ വീട്ടിൽ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഫ്രഷായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ മസാലകളൊക്കെയും എപ്പോഴും ഫ്രഷായിട്ട് പൊടിച്ചിട്ട് കറിയിലേക്ക് ചേർക്കാം. പൊടികളെല്ലാം ഇതിനകത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഇതിനകത്തുനിന്ന് ഓയിലേക്കും ചെറുതായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഗരം മസാല ചേർക്കുക. ഗരം മസാല ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കുക. ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. മസാലയ്ക്ക് ഏറ്റവും ലാസ്റ്റും കുറച്ച് ചേർത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. ഭയങ്കര ഹാർഡായി പോകരുത്. ഇതിലേക്ക് മല്ലിയില ചേർക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ ചിക്കൻ കറിയാണിത്. ഇതിനകത്ത് ഗരം മസാലയ്ക്കും കൃത്യം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് രണ്ടാമത് ചേർക്കണില്ല. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കുക. കുറച്ചെടുത്ത ഗരം മസാല മുഴുവനും ചേർത്തിട്ടില്ല. ബാക്കിയുള്ള ഗരം മസാല നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. ഇപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ബിരിയാണിയുടെ കൂടെ, റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണിത്. ഇത് ബിരിയാണിയുടെ കൂടെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണിത്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിന് ശരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ചിക്കൻ റോസ്റ്റുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത്.